ഇടുക്കി ചപ്പാത്ത് ഹെവൻ വാലിയിൽ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ പാറക്കൽ ഇടിഞ്ഞു വീണ് വീട് തകർന്നു. പാറക്കൽ പുഷ്പം ഹൃദയരാജിന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു 7:40 ആകുമ്പോൾ എല്ലാം കൂടെ കല്ലും മണ്ണും കൂടെ എല്ലാം കൂടെ ഞങ്ങൾ കിടക്കുന്ന മുറിക്ക് അടുത്ത് തന്നെ വന്ന് എല്ലാം കൂടെ പതിച്ചു. പെട്ടെന്ന് പിള്ളേരെയും വലിച്ച് കാറി കൂവി. കറണ്ടില്ല ഒന്നാമത് 2-3-4 ദിവസമായി കറണ്ട് പോയി. പിന്നെ പിള്ളേർ രണ്ട് പിള്ളേർ 5 വയസ്സ് 7 വയസ്സ് കൊച്ചിനും വലിച്ചുകൊണ്ട് വൈഫിനും വലിച്ചുകൊണ്ട് വന്ന് സിറ്റോട്ട് ചാടി. പിന്നെ അതിന് കാറി കൂവി നാട്ടുകാരെല്ലാം വന്നു. പിന്നെ അടുത്തുള്ള തൊട്ട് വീട്ടിൽ നമ്മുടെ വാർഡ് മെമ്പറും വന്ന് അടുത്തുള്ള വീട്ടിൽ കൊണ്ട് താമസിച്ചു. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, എന്തായിരുന്നു ഈ അപകടത്തിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? ഈ വീടിന് പിൻഭാഗത്തായി അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന പാറയാണ്, വലിയ പാറയാണ് ഈ വീടിന് മുകളിലേക്ക് പതിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നേരത്തെ ഇവർക്ക് ലൈഫ് മിഷനിൽ അനുവദിച്ചൊരു വീടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ്, ലൈഫ് മിഷനിൽ നിർമ്മിച്ച വീടാണ്. ആ വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ വീട്ടിൽ പുഷ്പം ഹൃദയരാജും അതുപോലെ തന്നെ ഭാര്യയും 2 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്താണ് ഈ വലിയ പാറക്കല്ല് വന്ന് പതിച്ചത്. അത് ഒരല്പം മാറിയിരുന്നെങ്കിൽ അപകടത്തിന്റെ തീവ്രത ഒരുപാട് വലുതായേനെ. എന്തായാലും അത്ഭുതകരമായി ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ വീടിനി വാസയോഗ്യമല്ല, നിലവിൽ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരക്കെ ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാറ്റാണ് അതിശക്തമായി നിൽക്കുന്നത്. അതാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതും. ഈ പാറ ഇളകി വീഴാൻ കാരണവും ആ കാറ്റ് തന്നെയാണ്. കാരണം ഈ പാറയുടെ ഇടയിൽ ഒരു മരം നിൽപ്പുണ്ട്. അതിന്റെ വേരുകൾ കാറ്റത്തടിച്ച് ഇളകിയാണ് ഈ കല്ല് ഊർന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കാറ്റ് എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ പറയുന്നു. ജി കെ.